أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത് നമ്പർ 117-118. അർത്ഥം: അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ബലഹീനതകളിൽ നിന്നൊക്കെ അവൻ എത്രയും പരിശുദ്ധൻ. മാത്രമല്ല, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവൻ്റേതാകുന്നു. സർവവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. മുൻമാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനത്രേ അവൻ. ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഉണ്ടാവുക എന്നു മാത്രം അവൻ പറയുന്നു. അപ്പോൾ അത് ഉണ്ടാകാൻ തുടങ്ങുന്നു. പ്രസ്തുത ആയത്തിൻ്റെ വിശദീകരണം തഫ്സീറെ കബീർ അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. ക്രിസ്തീയ മതസ്ഥർ യേശുവിനെ ദൈവപുത്രനായി കണക്കാക്കിയതിനെയും ആ വിശ്വാസം തെറ്റാണെന്നുള്ള തെളിവുകളെക്കുറിച്ചുമായിരുന്നു കഴിഞ്ഞ ദർസുകളിൽ പരാമർശിച്ച് വന്നിരുന്നത്. തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: ഇസാ ഖലാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഇവിടെ ഈയൊരു കാര്യത്തിലേക്കും ശ്രദ്ധ തിരിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ വെളിപാടുകൾ, ദൈവിക വെളിപാടുകളിൻ്റെ ആ പ്രതിഫലനം അത് അള്ളാഹുവിൻ്റെ കൈവിൽ പെട്ടിട്ടുള്ളതാണ്. ദൈവിക വെളിപാടുകൾ എപ്പോൾ എങ്ങനെ ഇറക്കണം എന്നുള്ളതും അള്ളാഹുവിൻ്റെ പരിധിയിൽ കൈവിൽ പെട്ടിട്ടുള്ളതാണ്. അള്ളാഹു ഒരു പുതിയ വചനം ലോകത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചാൽ അത് ആർക്കും തന്നെ അതിനെ എതിർക്കാനോ വിലക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു വീക്ഷണത്തെയും, അതായത് ക്രിസ്തീയ മതസ്ഥരുടെ ഒരു വീക്ഷണമാണ്, ഹസ്രത്ത് ഈസ അലൈഹിസ്സലാമിന് ശേഷം ദൈവിക വെളിപാടുകൾ ഇറങ്ങുന്നത് നിർത്തലാക്കി എന്നുള്ളതിന്. അതിന് അവർ പറയുന്നതിൻ്റെ കാരണം, അതായത് മസീഹി പുസ്തകങ്ങളിൽ ക്രിസ്തീയ പുസ്തകങ്ങളിൽ ഹസ്രത്ത് മസീഹിനെ വചനം, വാക്ക്, കലിമ എന്നുള്ള പ്രയോഗം ഹസ്രത്ത് മസീഹിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും ഈ ഒരു പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തീയർ ഇതിനെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് കലിമ അല്ലെങ്കിൽ വചനം അത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു വെളിപാട് അത് വരുന്നതല്ല, വെളിപാടുകൾ, ദൈവിക വെളിപാടുകൾ ഇതോടെ അവസാനിച്ചിരിക്കുന്നു എന്നവർ തെറ്റായി മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇവിടെ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ഈ ധാരണ ശരിയല്ല. ഏതുപോലെ ദൈവം മുൻപും ദൈവിക വെളിപാടുകൾ ഇറക്കിയിരുന്നുവോ അതുപോലെ ഇനിയും ദൈവിക വെളിപാടുകൾ ഇറക്കാൻ കഴിവുള്ളവനാണ്. അതുപോലെ ഏതുപോലെ മുൻപ് ആത്മീയ പ്രസ്ഥാനത്തെ, വ്യവസ്ഥിതിയെ അള്ളാഹു സ്വയം നിലനിർത്തിയിരുന്നുവോ അതുപോലെ ഇനിയും ഒരു പുത്രൻ്റെയും അല്ലെങ്കിൽ ഒരു സഹായിയുടെയും ആവശ്യം ദൈവത്തിന് വരുന്നില്ല. മുൻപ് ഇതെല്ലാം സ്വയം തന്നെ ചെയ്തിരുന്നുവോ അതുപോലെ ഇനിയും സ്വയം തന്നെ എല്ലാം ചെയ്യാൻ പ്രാപ്തനാണ് ദൈവം എന്നുള്ളത് കൂടി ഇവിടെ പരാമർശിക്കുന്നു. തുടർന്ന് പറയുന്നു, കുൻ ഫയകൂൻ എന്നതിനെക്കുറിച്ച് കൂടി ഇവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇതിൻ്റെ അർത്ഥം, ഈ ഒരു പദത്തിൻ്റെ അർത്ഥം നാം ധരിക്കുന്നത് പോലെ അള്ളാഹു ഏതെങ്കിലും ഒരു വസ്തുവിനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉടനെ അപ്പുറത്ത് അവിടെ അത് ഉണ്ടായി കഴിയുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതവിടെ ഉണ്ടാവുക എന്നുള്ളതല്ല. മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത്
അള്ളാഹു ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഉദ്ദേശിച്ചാൽ ഇവിടെ മനുഷ്യൻ്റെ പോലെ അതിനുവേണ്ടി അവൻ ചലനവും അതുപോലെ അതിനുവേണ്ടി ചലിച്ചുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടതിൻ്റെ ആവശ്യമില്ല. മറിച്ച് അള്ളാഹു അവിടെ ഉണ്ടാവുക എന്ന് അവൻ ഉദ്ദേശിച്ചാൽ അതിനെ ആ ഒരു കാര്യത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി മറ്റൊരു തീരുമാനവും അവിടെ ഉണ്ടാകപ്പെടുന്നില്ല, ആരും തീരുമാനിക്കുവാൻ കഴിയുന്നതുമല്ല. അതുപോലെ ഈ ഒരു ആയത്തിൽ ഈ ഒരു കാര്യം പ്രത്യേകമായും പരാമർശിക്കുന്നു. അതായത് സമയങ്ങൾ, ഒരു വസ്തുവിനെ ഉണ്ടാക്കപ്പെടുന്നതിനുള്ള സമയത്തെ ഇവിടെ അതിന് ഒരു പ്രത്യേക മാറ്റങ്ങൾ ഇവിടെ അള്ളാഹു ഉണ്ടാവുക എന്ന് പറയുന്നത് കൊണ്ട് അവിടെ സാധ്യമാവുന്നില്ല. അവിടെ ഒരു വസ്തു ഉണ്ടാക്കപ്പെടുന്നതിനാവശ്യമായിട്ടുള്ള സമയത്തെ ഇവിടെ അതിന് വിരുദ്ധമായി ഒന്നും സംഭവിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കിച്ചു തരുന്നു. അതായത് ഒരു വസ്തു ഉണ്ടാകുവാൻ വേണ്ടി അതിന് എത്ര തന്നെ സമയം വേണ്ടി വന്നാലും അത് വളരെ കുറവായാലും കൂടുതലായാലും ഇവിടെ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് ഉണ്ടാവുക എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ട സമയം എടുത്തുകൊണ്ട് അത് ആ വസ്തു ഉണ്ടാക്കപ്പെടും, അത് പൂർത്തീകരണത്തിൽ എത്തപ്പെടുമെന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കുന്നതിൻ്റെ മറ്റൊരർത്ഥം. അതുപോലെ തന്നെ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിൽ അള്ളാഹു മസീഹ് പുത്രനാണ് എന്ന് വിശ്വസിക്കുന്നവർക്കെതിരെ 5 തെളിവുകൾ വെച്ചുകൊണ്ട് പ്രതിരോധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ദൈവത്തിന് ഒരു പുത്രനെയും ആവശ്യമില്ല, ഒരു സഹായിയുടെയും ആവശ്യമില്ല. ഇത്തരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളിൽ നിന്നും ദൈവം പരിശുദ്ധനാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. ഇഞ്ചീലിൽ മസീഹിനെ കുറിച്ച് ദൈവത്തിൻ്റെ പുത്രൻ എന്ന വാക്ക് വന്നിട്ടുണ്ട്. ബൈബിളിനെ കുറിച്ച് ഏറ്റവും കുറഞ്ഞ അറിവുള്ള വ്യക്തിക്ക് പോലും അറിയാം, ഇവിടെ യഹൂദികളിൽ അല്ലെങ്കിൽ യഹൂദിയത്തിൽ അള്ളാഹുവിൻ്റെ പുത്രൻ ഇബ്നുള്ള എന്നുള്ള പദത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പുത്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എന്നാണ്. ഈ വാക്ക് വിവിധ സ്ഥലങ്ങളിൽ മറ്റു പലവർക്കും വേണ്ടിയും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മസീഹിൻ്റെ യാതൊരു പ്രത്യേകതയുമില്ല. നോക്കൂ, ലൂക്കാസ് 20-ാം അധ്യായത്തിൽ 34 മുതൽ 36 വരെ വചനങ്ങളിൽ ഇത് കാണപ്പെടുന്നു. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ഈ ലോകത്തിലെ മനുഷ്യർ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യപ്പെടുന്നു. എന്നാൽ ആ ലോകത്തിന് പുനരുദ്ധാനത്തിന് യോഗ്യരായ എണ്ണപ്പെട്ടവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല. അവർക്ക് ഇനി മരണമില്ല. അവർ ദൂതന്മാരെ പോലെയാകുന്നു. അവർ പുനരുദ്ധാനത്തിൻ്റെ പുത്രന്മാരും ദൈവപുത്രന്മാരുമാകുന്നു. ഈ സ്ഥലത്ത് മതത്തിനായി ജീവിതം സമർപ്പിക്കുന്ന എല്ലാവരെയും ദൈവമക്കളായി യേശുക്രിസ്തു പ്രഖ്യാപിക്കുന്നു. അതുപോലെ മത്തായിയുടെ 5-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിലും ഇത് എഴുതപ്പെടുന്നു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, കാരണം അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഇവിടെ സമാധാനം ഉണ്ടാക്കുന്നവരെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കും എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. ഇത് 5-ാം അധ്യായം 45-ാം വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിൻ്റെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. എല്ലാ വിശ്വാസികളെയും ഇവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളും പുത്രന്മാരുമാണെന്ന് വിളിക്കുന്നു. തുടർന്ന് മുന്നോട്ട് ഹുസൂർ മറ്റു പല തെളിവുകളും സമർപ്പിച്ചുകൊണ്ട് അവസാനമായി ഈ ഒരു തെളിവ് കൂടി സമർപ്പിക്കുന്നു. എല്ലാ വിശ്വാസികളെയും സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കുന്നു. അത് ഇങ്ങനെ എഴുതപ്പെടുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ മക്കളാണ്. ആവർത്തനം 14-ാം അധ്യായം 1-ാം വാക്യം. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൻ്റെ വിശദീകരണം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.